Hi dear students, welcome to Gallant IAS. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇന്റർനാഷണൽ റിലേഷൻസ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിരുന്നു അല്ലേ? ബോത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻസ് വെയർ ഇന്ത്യ ഈസ് ആക്ച്വലി പാർട്ട് ഓഫ്. പക്ഷേ ഇന്ന് നമ്മൾ ഫേസ് 2 കടന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ആ ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇന്ത്യാസ് റിലേഷൻ വിത്ത് ഡെവലപ്പിംഗ് ആൻഡ് നോൺ ഡെവലപ്പിംഗ് നേഷൻസ്. അപ്പോൾ ഈ ഒരു ഫേസ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും. അതാണ് ഇന്ത്യാസ് റിലേഷൻ വിത്ത് ദിസ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് നേഷൻസ് അതർ ദാൻ നെയ്ബർഹുഡ്. അപ്പോൾ അതാണ് ഫേസ് 2 എന്നുള്ളത്. അപ്പോൾ ഫേസ് 2 നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. ഇന്ത്യാസ് റിലേഷൻ വിത്ത് റഷ്യ. ഓക്കെ, സോ ലെറ്റ് us start. സോ ഹിയർ ഈ ഒരു ഇന്ത്യാസ് റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ പറയുമ്പോൾ ശരിക്കും ഈ ഒരു ഇമേജിൻ്റെ ഇമ്പോർട്ടൻസ് പറയാതെ നമുക്ക് പോകാൻ പറ്റൂല അല്ലേ? സോ ദിസ് ഇമേജ് വാസ് ടേക്കൺ ഇൻ 1971 വെൻ ഇന്ദിരാഗാന്ധി വിസിറ്റഡ് റഷ്യ. ആ ഒരു ടൈമിൽ എടുത്തൊരു ഇമേജാണിത്. ആൻഡ് ഇൻ 1971 there was an agreement written, there was an agreement signed by this Indian representative and the Soviet Union representative. That agreement is known as Indian Friendship Treaty. Okay, India's friendship, India-Soviet Union Treaty of Peace, Friendship and Cooperation എന്നാണ് ആ എഗ്രിമെൻറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ തേണ്ടേ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ സൈഡ്, ഇന്ത്യ റഷ്യ റിലേഷൻസിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡിലേക്ക് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, എ കോർഡിയൽ റിലേഷൻ ബിഗാൻ ഇൻ 1955 ആൻഡ് റെപ്രസെൻറ്റഡ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് സോവിയറ്റ് അറ്റംപ്റ്റ്സ് ടു ഫോസ്റ്റർ ക്ലോസർ റിലേഷൻസ് വിത്ത് ദി തേർഡ് വേൾഡ് കൺട്രീസ്. അതായത് ഇവിടെ ശരിക്കും ഞാൻ ഓൾറെഡി മുന്നേ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 1945 കാലയളവിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ അല്ലേ? ആഫ്റ്റർ 1945 ആയപ്പോൾ വേൾഡ് വാർ എൻഡ് ചെയ്തപ്പോൾ വി ക്യാൻ സീ എ പോളറൈസേഷൻ ഹാപ്പൻഡ് അല്ലേ? ഒരു പോളറൈസേഷൻ സംഭവിച്ചു. വി ക്യാൻ സീ എ മേജർ പവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USA എന്ന് പറയും അല്ലേ? USA which is actually a capitalist regime and another power known as USSR, known as the communist regime. അപ്പോൾ ഇങ്ങനെ ഒരു പോളറൈസേഷൻ സംഭവിച്ചപ്പോൾ ഇവർ ലോകത്തിൽ പുതുതായിട്ട് ഫോം ചെയ്ത രാജ്യങ്ങൾ, എക്സ്പെഷ്യലി ആ സമയത്ത് ഈ കോളനീസ് ആയിരുന്ന രാജ്യങ്ങളെല്ലാം ലിബറേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പുതിയ രാജ്യങ്ങൾ വന്നു അല്ലേ? ഈ പുതിയ രാജ്യങ്ങൾ വന്നപ്പോൾ ഈ പുതിയ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഈ രാജ്യങ്ങൾ തേടാൻ ശ്രമിച്ചു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ USSR ഈ പറയുന്ന പോലെ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുമായിട്ടൊരു കോർഡിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് USSR ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് പുതുതായിട്ട് ഫോം ചെയ്ത ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. So that happened in 1955 and the relationship began with a visit by Prime Minister Jawaharlal Nehru to Soviet Union in June 1955 and the first secretary of the Communist Party, Nikita Khrushchev, returned trip to India in the fall of 1955. അപ്പോൾ ഇവിടെ ശരിക്കും 1955 സോവിയറ്റ് യൂണിയനിലേക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഓക്കെ, ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇറ്റ് വാസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം സോവിയറ്റ് യൂണിയനിലേക്കും പോയി. ആൻഡ് ഈ പറയുന്ന പോലെ സോവിയറ്റ് യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ലീഡർ എന്ന് നമുക്ക് പറയാം. ആ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ ഈ പറയുന്ന പോലെ പ്രസിഡന്റ് എന്നല്ല പറയുന്നത്, നമ്മൾ ലീഡർ എന്ന് പറയും, ലീഡർ ഓഫ് സോവിയറ്റ് യൂണിയൻ. ആൻഡ് ദിസ് ലീഡർ പേഴ്സൺ വിൽ ബി വാട്ട്? ഹി വാസ് ആക്ച്വലി ദി സെക്രട്ടറി ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോവിയറ്റ് യൂണിയൻ്റെ കൺട്രോൾ ഇസ് ആക്ച്വലി ഓൺ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റൈറ്റ്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആരാവുന്നു? അവരായിരിക്കും സോവിയറ്റ് യൂണിയൻ്റെ ലീഡർ ആവുന്നത്. ആൻഡ് ഇൻ 1955 ദ പേഴ്സൺ വാസ് നികിത ക്രുഷ്ചേവ് ആൻഡ് ഹി വിസിറ്റഡ് ഇന്ത്യ ഇൻ 1955. ഫാൾ ഓഫ് 1955 എന്ന് പറഞ്ഞാൽ ഓട്ടം ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മന്ത്. ആ ഒരു ടൈമിൽ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുകയുണ്ടായി. സോ ദിസ് ഇസ് ആക്ച്വലി ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദി ഇന്ത്യ-സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി എന്ന് നമുക്ക് പറയാം ഈ ഒരു ഈവൻറ്റിനെ. ഓക്കെ, ആൻഡ് ദെൻ Khrushchev announced that the Soviet Union supported Indian sovereignty over the disputed territory of Kashmir region and over the Portuguese coastal enclaves such as Goa. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1947 ശേഷം കാശ്മീരിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലേ? അത് നമ്മൾ ഇനി ഇന്ത്യൻ പാകിസ്ഥാൻ റിലേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കും. അപ്പോൾ കാശ്മീർ പ്രശ്നങ്ങൾ അല്ലേ? കാശ്മീർ ഈ പറയുന്ന പോലെ ഒരു ഡിസ്പ്യൂട്ടഡ് റീജിയൻ ആയിട്ടാണ് വേൾഡിലെ മിക്ക രാജ്യങ്ങളും കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഗോവ വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് പോർച്ചുഗീസ്. പക്ഷേ സോവിയറ്റ് യൂണിയൻ ആ സമയത്ത് പറയുണ്ടായി ഈ രണ്ട് റീജിയനും ഡിസ്പ്യൂട്ടഡ് റീജിയൻ അല്ല, ദീസ് ടു റീജിയൻസ് വെർ ആക്ച്വലി ദി പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് സോവിയറ്റ് യൂണിയൻ പറയുണ്ടായി. Okay, and that eventually
enhanced the relation between India and Soviet Union. And then comes the 1960s, 65 ഒക്കെ ആയപ്പോൾ you can see some kind of issues happening between India and China. അല്ലേ 1960s 1959 ഒക്കെ ആയ സമയത്ത് ഓൾറെഡി ദലൈ ലാമ ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പോൾ ഓൾറെഡി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി അല്ലേ. അതൊക്കെ നമ്മൾ ഇന്ത്യ ചൈന റിലേഷൻസ് വരുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് അവിടെ പഠിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അതിനുശേഷം ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദി ലേറ്റ് 1950s ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. That eventually lead to a war in 1962. അപ്പോൾ ആ ഒരു 1962 വാറിൽ we can see that the Soviet Union, they actually played a neutral stand. They actually played a neutral stand between India and China. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ആ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയൻ വാസ് എ കമ്മ്യൂണിസ്റ്റ് റെജീം ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ചൈന ഈസ് ഓൾസോ എ കമ്മ്യൂണിസ്റ്റ് റെജീം. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ആൻഡ് അവർ തമ്മിലുള്ള ഒരു കോർഡിയൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തേ പറ്റൂ. ബിക്കോസ് സോവിയറ്റ് യൂണിയന് ഇന്ത്യയും ഇമ്പോർട്ടൻ്റ് ആണ്, ചൈനയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആക്ച്വലി ടുക്ക് എ ന്യൂട്രൽ സ്റ്റാൻഡ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം. And after that, in 1962, the Soviet Union agreed to transfer technology to co-produce MiG-21. അപ്പോൾ 1962 വാറിന് ശേഷം നമുക്കറിയാം ഇന്ത്യ ചൈന വാറിൽ ഇന്ത്യക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ മീൻസ് ആ നഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. നമ്മുടെ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ പോളിസീസൊക്കെ ആ ഒരു നഷ്ടങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആർമിയൊക്കെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യണം അല്ലേ, നമ്മുടെ എയർഫോഴ്സ് ഒക്കെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യണം. ചൈന പോലൊരു രാജ്യത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് അത്യാവശ്യം അത് ഒരു നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ചിന്തയായിരുന്നില്ല ചൈന അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആർമിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. സോ ഫോർ ദാറ്റ് സോവിയറ്റ് യൂണിയൻ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ട്രാൻസ്ഫേർഡ് ദി ടെക്നോളജി ടു കോ പ്രൊഡ്യൂസ് MiG-21. ആ ടൈമിൽ ഏറ്റവും നല്ല സോവിയറ്റ് ടെക്നോളജിയിൽ ഏറ്റവും നല്ല ഫൈറ്റർ ജെറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഫൈറ്റർ ജെറ്റ് കോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ കരാറുണ്ടായിരുന്നു. ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1962. ലേറ്റർ ഓൺ Soviet Union in 1965. After 1962, we can see a major war happened between India and Pakistan. അല്ലേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മേജർ വാർ നിങ്ങൾക്ക് കാണാൻ കഴിയും. That happened in 1965. ഓൾറെഡി 1947 ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം തൊട്ടടുത്ത വർഷം 1947 ലേറ്റ് ആൻഡ് 1947 early ആ ഒരു ടൈമിൽ ഓക്കെ വി ക്യാൻ സീ ദി ഫസ്റ്റ് വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അത് കഴിഞ്ഞ് പിന്നൊരു വാർ നടന്നത് 1965 എഗെയിൻ ഫോർ ദിസ് സെയിം ഇഷ്യൂ കാശ്മീർ ബേസ് ചെയ്തിട്ടുള്ള അതേ ഇഷ്യൂവിന് തന്നെ 1965 പിന്നെയും ഒരു വാർ നടക്കുകയുണ്ടായി. ആ വാറും പാകിസ്ഥാൻ ഇനിഷ്യേറ്റീവ് ചെയ്തൊരു വാറായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വാറിൽ ശരിക്കും ഈ പറയുന്ന പോലെ ഇന്ത്യ ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇന്ത്യ വോൺ ദാറ്റ് വാർ. അപ്പോൾ ആ ഒരു വാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ഒരു മീഡിയേറ്ററായിട്ട് നിന്നു ആൻഡ് ദെർ വാസ് എ പീസ് എഗ്രിമെന്റ് സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ which was mediated by Soviet Union. ഓക്കെ, അപ്പോൾ ആ ഒരു മീഡിയേറ്ററായിട്ട് സോവിയറ്റ് യൂണിയൻ നിന്നപ്പോൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം സോവിയറ്റ് യൂണിയനെ അവരുടെ ആ ഒരു മീഡിയേറ്റർ റോളിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെഷ്യലി യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അപ്പോൾ അങ്ങനെ മീഡിയേറ്ററായിട്ട് നിന്ന് ആ ഒരു ഇഷ്യൂവിനെ ഈ പറയുന്ന പോലെ സ്റ്റോപ്പ് ചെയ്യാൻ ഇനി ഒരു വാർ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി അവർ ഇന്ത്യയും സോവിയറ്റ് യൂണിയനെയും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ആ എഗ്രിമെന്റിന്റെ പേരാണ് ഇറ്റ് ഈസ് തഷ്കന്ത്. ഓക്കെ, തഷ്കന്ത് എഗ്രിമെന്റ് എന്ന് പറയും. സോ തഷ്കന്ത് എഗ്രിമെന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഈ പ്രസന്റ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞത് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് ദി പാർട്ട് ഓഫ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ സോവിയറ്റ് യൂണിയനിലെ ഒരു മേജർ സിറ്റിയാണ് തഷ്കന്ത്. ആൻഡ് ദിസ് ഇൻ ദാറ്റ് സിറ്റി ഓഫ് തഷ്കന്ത് this peace agreement was signed in the year 1965 between India and Pakistan, mediated by Soviet Union. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റിന് ശേഷം പിന്നെ അതിനെ ആസ്പദമാക്കി കുറേ അധികം ഈവൻറ്റ്സ് നടക്കുകയുണ്ടായി. ഓൾറെഡി യു നോ ദി ഡെത്ത് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി, റൈറ്റ്? ഇറ്റ് ഹാപ്പൻഡ് ജസ്റ്റ് ആഫ്റ്റർ ദിസ് എഗ്രിമെന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ തഷ്കന്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം നടക്കുകയുണ്ടായി. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് നടന്നപ്പോൾ തന്നെ ദാറ്റ് ഇവൻച്വലി റിഫ്ലക്റ്റഡ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള റിലേഷൻസിൽ ഈ ഒരു ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. സോ ആ ഒരു ഇഷ്യൂ കാരണം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു മങ്ങൽ ഉണ്ടാക്കിയിട്ടുണ്ടായി. പക്ഷേ ആ ഒരു മങ്ങൽ മാറി ഇറ്റ് ബിക്കംസ് ബ്രൈറ്റ്
when it is in 1971. 1971 ഞാൻ ആദ്യം കാണിച്ചൊരു ഇമേജ് അല്ലേ, അതായത് ഇന്ദിരാഗാന്ധി ഈ പറയുന്ന പോലെ സോവിയറ്റ് യൂണിയൻ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ സൈൻ ചെയ്തൊരു എഗ്രിമെന്റ്. ദാറ്റ് എഗ്രിമെന്റ് വാസ് 1971 ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് കോർപ്പറേഷൻ. That happened in 1971. 1971 ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. സോ ഈ ഒരു എഗ്രിമെന്റിന് ശേഷം ഇന്ത്യ കുറച്ചും കൂടെ സോവിയറ്റ് യൂണിയനിൽ അടുക്കുകയുണ്ടായി. അതുമാത്രമല്ല, സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് എന്ത് പ്രശ്നം വന്നാലും സോവിയറ്റ് യൂണിയന്റെ ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായി. സോ നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ വെൻ യു ലുക്ക് ഓൺ ടു ദിസ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, യു ക്യാൻ സീ ദാറ്റ് of course the war is happening between India and Pakistan in order to liberate the East Pakistan, which actually becomes the present Bangladesh, right? അപ്പോൾ ആ ഒരു ലിബറേഷന് വേണ്ടിയിട്ട്, ആ ഒരു ലിബറേഷൻ വാർ ദാറ്റ് ഹാപ്പൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ വെൻ പാകിസ്ഥാൻ ഗോട്ട് ദി സപ്പോർട്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു സപ്പോർട്ട്, എക്സ്പെഷ്യലി ഫ്രം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി അവരുടെ 7th ഫ്ലീറ്റ് അവർ ഇന്ത്യൻ ഓഷനിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? പാകിസ്ഥാനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് in order to make this Pakistan to be the winner of this war, this United States, they actually brought their 7th fleet onto this Indian Ocean region. പക്ഷേ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സോവിയറ്റ് യൂണിയൻ വിത്ത് ഹർ ഓൾ കൈൻഡ്സ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജീസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ സബ്മറൈൻസ്, ടോർപിഡോസ്, ഇതെല്ലാമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഇന്ത്യക്ക് ഒരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിൽ they were acting like that. അപ്പോൾ അതുപോലെ സോ യു ക്യാൻ സീ എ മേജർ സ്റ്റാൻഡ് ഓഫ് ആ ഒരു ടൈമിൽ യു ക്യാൻ സീ എ മേജർ സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ദിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ദിസ് ഇന്ത്യൻ ഓഷൻ റീജിയൻ. അതൊരു വേൾഡ് വാർ 3 എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ അതായത് ലോകരാജ്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലേക്ക്, മീൻസ് ഇനി ഒരു വേൾഡ് വാർ 3 എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ദേ പ്രഷറൈസ് പാകിസ്ഥാൻ ഇൻ ഓർഡർ ടു വിത്ഡ്രോ. ഓക്കെ, അവരുടെ ഫോഴ്സിനെ ഈ പറയുന്ന പോലെ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ പ്രസന്റ് ബംഗ്ലാദേശിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. ആൻഡ് ഫൈനലി we won that war, 1971 India-Pakistan war, and thus a new country formed in the region of South Asia known as Bangladesh. Okay, and ആ ഒരു ബംഗ്ലാദേശ് വാറിൽ ശരിക്കും ഇന്ത്യയെ കുറേയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആര്? സോവിയറ്റ് യൂണിയൻ. Okay, just after this treaty happened in 1971, India-Soviet Union Friendship Treaty. And then in 1984, we can see the assassination of Indira Gandhi. And Indira Gandhi ആ സമയത്ത് 1984 അസാസിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഇന്ത്യ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫോർ ദി ടൈം ബീങ് നിങ്ങൾ ആ ഒരു സ്റ്റോറി അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. Okay. Then later on in 1984, we can see this Indira Gandhi assassination happened. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ സോവിയറ്റ് യൂണിയൻ they released stamps which have the photo of Indira Gandhi. Okay. And then in just after we can see, okay, 1984 കഴിഞ്ഞ് 1985 രാജീവ് ഗാന്ധി PM ആയിട്ട് വരുന്ന സമയത്തും രാജീവ് ഗാന്ധിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ it was Soviet Union. Okay. And during his visit to Soviet Union, there was some agreement, okay, long-term economic agreement was signed with Soviet Union at that time. Okay.